ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വിൻറ്റേജ് പേപ്പേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ട് ടീ ഡൈയിങ് മെത്തേഡാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു കപ്പോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ടേക്ക് ഒരു 4-5 ടീസ്പൂണോളം ടീ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കോഫി ഡൈയിങ്ങും ചെയ്യാവുന്നതാണ്. അപ്പോൾ കോഫി ഡൈയിങ്ങിൽ ഈ ടീ പൗഡറിന് പകരം നമുക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതായത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കിട്ടും, അതൊരു പാക്കറ്റോളം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടീ ഡൈയിങ് മെത്തേഡ് ചെയ്യുക. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് പതച്ച് വരണം, അപ്പോഴാണ് അതിൻ്റെ കളറ് നമുക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് ലൈറ്റ് കളറാണ് വേണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂണൊക്കെ ടീ പൗഡർ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇതാ നമ്മളെ ചായപ്പൊടിയിലിട്ട് ഈ ഒരു വെള്ളം നന്നായിട്ട് പതച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കുന്നതാണ്. ഇനി നമ്മളൊരു 10ഓളം ഇതുപോലത്തെ A4 ഷീറ്റ് എടുക്കുക. അതിനുശേഷം അത് ഇതുപോലെ മടക്കണം. അതായത് നിങ്ങൾക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ ഒരു രീതിയിൽ ഇതുപോലെ മടക്കി കൊടുക്കുക. അങ്ങനെ ഇത് നമ്മൾ എല്ലാം ഒന്ന് ഇതുപോലത്തെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 10ഓളം പേപ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് A4 ഷീറ്റിന് പകരം നോട്ട്ബുക്ക് പേജസ് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കീറി കൊടുക്കണം. ലൈക്ക് റോ ആയിട്ടല്ല, നമ്മളിതുപോലെ ഷാർപ്പായിട്ട് വേണം കീറി കൊടുക്കാനായിട്ട്. അങ്ങനെ ഇതാ നമ്മളെല്ലാം ഒന്ന് ഇതുപോലെ തന്നെ കീറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പേപ്പേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു വാട്ടറിലോട്ടേക്ക് മുക്കി കൊടുക്കണം. ആ ഒരു വെള്ളം നമ്മളൊരു പരന്ന ഒരു എന്തെങ്കിലും പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയ ശേഷം വേണം ഇതുപോലെ ഈ ഒരു പേപ്പർ മുക്കി കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഈ ഒരു A4 സൈസ് ഒന്നും കൂടെ മടക്കിയിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടായിരുന്നു. ഇതെൻ്റെ ഒരു വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ മുക്കുമ്പം ചെറുതായിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് ഉള്ളിലോട്ടേക്ക് പോവാതെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മളൊരു 10 to 15 മിനിറ്റ്സ് വരെ ഇതുപോലെ മുക്കി വെക്കണം. അതിനുശേഷം നമ്മളൊരു 1 ഹവറോളം ഇതുപോലെ ഡ്രൈ ആക്കാൻ വെക്കണം. അങ്ങനെ നമ്മളുടെ വിൻറ്റേജ് പേപ്പേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നോട്ട്ബുക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്.